നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾക്കും കുടുംബാംഗത്തിനും CPM ഭരിക്കുന്ന ബാങ്കുകൾക്കുമെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ഇനിയും തെളിയിക്കാത്ത സാഹചര്യത്തിൽ കേരളത്തിലെ ED ഉദ്യോഗസ്ഥർ CPMകാരുമായി ഒത്തുകളിച്ചു എന്ന സംശയത്തിലാണ് കേന്ദ്ര സർക്കാർ. ഈ സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസിയായ EDയുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കേന്ദ്ര സർക്കാർ തൽക്കാലത്തേക്ക് ഇടപെടാൻ സാധ്യതയില്ല. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്ന നിലപാടാണ് കേന്ദ്രത്തിൻ്റേത്. കേസ് ഒതുക്കി തീർക്കാൻ കൊട്ടാരക്കര സ്വദേശിയായ കശുവണ്ടി വ്യവസായിയിൽ നിന്ന് കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന പരാതി ഉൾപ്പെടെ EDയുടെ കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ഇതിനോടകം നിരവധി കേസുകൾ വന്നു കഴിഞ്ഞു. ED പലപ്പോഴും തെളിവില്ലാത്ത കേസുകൾ കെട്ടിച്ചമയ്ക്കുന്നുവെന്നും കൊടകര കള്ളപ്പണം, സ്വർണ്ണക്കള്ളക്കടത്ത് കേസുകളിൽ ED നിലപാട് സംശയാസ്പദമാണ് എന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. EDയുടെ ചെയ്തികൾ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണെന്നാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ആക്ഷേപം. നിലവിൽ ED ഉദ്യോഗസ്ഥനെതിരായ കൈക്കൂലി കേസിൽ ED ചെന്നൈ സോണൽ സ്പെഷ്യൽ ഡയറക്ടർ ആഭ്യന്തര അന്വേഷണം നടത്തുകയാണ്. ഇതിന്റെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൈമാറും. അത് ലഭിച്ചാൽ ഉടൻ തന്നെ കേന്ദ്രം നടപടികളിലേക്കും കടക്കും. എന്തായാലും സംസ്ഥാനത്ത് ഇപ്പോഴുള്ള ED ഉദ്യോഗസ്ഥരെ കുരുക്കുകയാണ് എങ്കിൽ ആരോപണ വിധേയരായ CPM നേതാക്കളുടെ കാര്യം കേന്ദ്രം നോക്കിക്കൊള്ളുമെന്ന് ഒരു വിഭാഗം CPM നേതാക്കൾ കരുതുന്നു. ഇതിലൊന്നാമൻ MA ബേബി തന്നെയാണ്. EDയെ പരമാവധി പ്രകോപിപ്പിക്കുകയാണ് ബേബിയുടെ ലക്ഷ്യം. പിണറായി വിജയനെയാണ് ബേബി ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. കൈക്കൂലി കേസിൽ കേന്ദ്ര അന്വേഷണ സംഘമായ EDയെ രാഷ്ട്രീയപരമായി ദുരുപയോഗം ചെയ്തുവെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. അഴിമതി പുറത്തു കൊണ്ടുവരേണ്ട ED തന്നെ അഴിമതിക്കാരാണ് എന്ന് വ്യക്തമായിട്ടുള്ള തെളിവുകളാണ് പുറത്തു വന്നിട്ടുള്ളത് എന്നും ചങ്ങലയ്ക്ക് തന്നെ ഭ്രാന്ത് വന്ന അവസ്ഥയാണിത് എന്നും ബേബി പറഞ്ഞു. ഈ വിഷയത്തിൽ വിശദമായൊരു അന്വേഷണം നടക്കണം. പണമിടപാടിലും അഴിമതിയിലും കൂടുതൽ ED ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്നാണ് വിജിലൻസ് കരുതുന്നത്. അന്വേഷണം പുരോഗമിക്കട്ടെ, വസ്തുതകൾ വരട്ടെ. അപ്പോൾ ഒരു പ്രഥമ വിവര റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. EDക്കെതിരെ പരാതി നൽകിയ കശുവണ്ടി വ്യവസായി അനീഷ് ബാബു മൊഴി നൽകുന്നതിനായി ഞായറാഴ്ച കൊച്ചിയിലെ വിജിലൻസ് ഓഫീസിലെത്തിയപ്പോൾ തന്നെ ഭീഷണിപ്പെടുത്തിയ ED ഉദ്യോഗസ്ഥനെ ഫോട്ടോയിലൂടെ തിരിച്ചറിഞ്ഞിരുന്നു. EDയുടെ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ പിണറായിയുടെ കേസും അന്വേഷിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. പണം വാങ്ങി കേസ് ഒതുക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഹോബിയാണ് എങ്കിൽ ഇതിൽ നിന്നും പിണറായി വിജയനെ മാത്രം ഒഴിവാക്കുമോ എന്ന സംശയമാണ് ഇപ്പോൾ കേന്ദ്രത്തിനുള്ളത്. ഒടുവിൽ ഉദ്യോഗസ്ഥനെതിരെയുള്ള അഴിമതി ആരോപണത്തിൽ സംസ്ഥാന വിജിലൻസിനോട് തെളിവും കേസിന്റെ വിശദാംശങ്ങളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടു. ഉദ്യോഗസ്ഥരുടെ എല്ലാം തന്നെ ഫോൺ കോൾ രേഖകൾ പരിശോധിക്കാനും നടപടി തുടങ്ങി. ഡൽഹി ED ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് കൊച്ചി EDയുടെ നടപടി. ഇമെയിൽ മുഖാന്തരമാണ് വിജിലൻസുമായുള്ള ആശയവിനിമയമെന്നാണ് സൂചന. കള്ളങ്ങൾ കണ്ടെത്താനുള്ള നീക്കമാണ് ED നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ്. അഴിമതിക്കാരായ ED ഉദ്യോഗസ്ഥരെ വെറുതെ വിടരുത് എന്ന് BJP സമൂഹ മാധ്യമ ഹാൻഡിലുകളും പറയുന്നു. പിണറായിയെ രക്ഷപ്പെടുത്തിയ EDയെ വെറുതെ വിടരുത് എന്നാണ് പ്രചരണം. ED വിഷയം ഇത്രയധികം വിവാദമായിട്ട് പോലും പിണറായി വിജയൻ ഒരു വാക്ക് പോലും ഉച്ചരിച്ചിട്ടില്ല. ഇതിലും BJP പ്രവർത്തകർ അസ്വാഭാവികത കാണുന്നു. ഏതായാലും EDയിലെ ചില ഉദ്യോഗസ്ഥർ പിണറായി വിജയനെ രക്ഷിച്ചു എന്നാണ് ഒട്ടുമിക്ക ആളുകളും വിശ്വസിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസ് മുതൽ ആരംഭിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണങ്ങൾ സംശയങ്ങളുടെ മുൾമുനയിലേക്കാണ് പോകുന്നത്. ED കേരളത്തിൽ അന്വേഷിക്കുന്ന കേസുകളിൽ വ്യക്തമായ നടപടികൾ ഉണ്ടാകാത്തത് ഈ അന്വേഷണങ്ങൾ ആർക്കു വേണ്ടിയെന്നും എന്തിനു വേണ്ടിയെന്നും ഉള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ്. അന്വേഷണം നടത്തുന്ന മിക്ക കേസുകളിലും അറസ്റ്റിലായവരുടെയും അറസ്റ്റിലാകേണ്ടവരുടെയും ചട്ടകങ്ങളായി ചില ED ഉദ്യോഗസ്ഥന്മാർ മാറിയോ എന്ന ചോദ്യമാണ് ഇന്ന് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. NIA ഒഴികെ ഒരു കേന്ദ്ര ഏജൻസിയും നടത്തുന്ന അന്വേഷണങ്ങൾ ഒരു തീരത്തും അടുക്കുന്നില്ല. ഇത് സംബന്ധിച്ച് കോടതികളിൽ നിന്ന് ചോദ്യശരങ്ങൾ ഉയരുമ്പോൾ പോലും ആഴങ്ങളിൽ മുങ്ങിത്തപ്പുകയാണവർ. ഇതെന്ത് വിരോധാഭാസമാണ്? അഴിമതിരഹിത ഭരണമെന്ന ദൃഢപ്രതിജ്ഞയുമായി മുന്നോട്ടു പോകുന്ന മോദി സർക്കാരിന് അപവാദമാണിത്. ഇതാണ് പ്രധാനമന്ത്രിയെ കൂടി സംശയത്തിലാക്കിയത്.
അധികാര കസേരകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥ തൻ പ്രമാണിത്വം ആരെയാണ് കബളിപ്പിക്കുന്നത്? ജനത്തെയോ അതോ നരേന്ദ്രമോദിയെയോ? ഈ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഏറ്റവും ഒടുവിൽ കരുവന്നൂർ സഹകരണ ബാങ്ക് കൊള്ളയടിച്ച CPM നേതാക്കൾ ഉൾപ്പെടെ പ്രതികളായ കേസിൽ EDക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ടായതും ഈ സാഹചര്യത്തിലാണ്. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 2023 നവംബർ 1 കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കുറ്റങ്ങൾ വിചാരണ ചെയ്യുന്ന പ്രത്യേക കോടതിയിൽ ആദ്യ കുറ്റപത്രം സമർപ്പിക്കുന്നത്. CPIM വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ PR അരവിന്ദാക്ഷൻ, സ്വകാര്യ പണമിടപാട് സ്ഥാപന ഉടമയായ P സതീഷ് കുമാർ, ബാങ്കിലെ അക്കൗണ്ടന്റ് CK ജിൽസി, തൃശൂർ സ്വദേശി PP കിരൺ എന്നിവരെയാണ് ED നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം അറസ്റ്റ് ചെയ്തത്. ബാങ്ക് അധികൃതരുടെ ഒത്താശയോടുകൂടി പ്രതികൾ ബാങ്കിൽ നിന്ന് വ്യാജ വായ്പയെടുത്തുണ്ടാക്കിയ പണം തട്ടിയെടുത്തു എന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. സൊസൈറ്റിയിലെ അംഗങ്ങൾ അറിയാതെ ഒരേ വസ്തുവിൽ നിരവധി തവണ ബാങ്ക് നിരവധി വ്യാജ വായ്പകൾ അനുവദിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ബാങ്കിൽ അംഗങ്ങളല്ലാത്ത നിരവധി പേർക്ക് ബിനാമി വായ്പ അനുവദിച്ചു, അതും വർദ്ധിപ്പിച്ച സ്വത്ത് മൂല്യനിർണ്ണയത്തിൽ. ഇപ്രകാരം അനുവദിച്ച വായ്പകൾ പ്രതികൾ തട്ടിയെടുക്കുകയും വെളുപ്പിക്കുകയും ഉണ്ടായി. CPIM നേതാക്കൾ ഉൾപ്പെടെ നിരവധി പ്രമുഖ രാഷ്ട്രീയക്കാരുമായും ബന്ധമുള്ളതാണ് ഈ കേസ്. കേരളത്തിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റ് സൃഷ്ടിച്ച കേസുമായി ബന്ധപ്പെട്ട് തൃശൂരിലെ 2 പ്രമുഖ CPIM നേതാക്കളായ AC മൊയ്തീനെയും MK കണ്ണനെയും ED ചോദ്യം ചെയ്തിരുന്നതാണ്. തുടർന്ന് ഇവർക്കെതിരെയുള്ള നടപടികൾ ഇപ്പോഴും ഒച്ചിനേക്കാൾ കഷ്ടമായി ഇഴയുന്നു. ഇവിടെ വരെ എത്തി നിൽക്കുകയാണ് കരുവന്നൂരിൽ CPM നേതാക്കൾ ഉൾപ്പെടെ കൈയിട്ട് വാരിയ ബാങ്ക് കൊള്ള. ഇനി സ്വർണ്ണ കള്ളക്കടത്തിലും CMRലും ഒക്കെ തന്നെ ED ഇത്തരത്തിലാണ് അന്വേഷണം നടത്തിയിട്ടുള്ളത്. അതുതന്നെയാണ് കേരളത്തിലെ ED ഉദ്യോഗസ്ഥർക്കെതിരെ നിലപാട് കടുപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്.